മക്കളെ, ഞാനിവിടെ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് 10 ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബേസിക് ഫണ്ടമെൻ്റൽസിനെ അടിസ്ഥാനമാക്കി നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പേനായും എടുക്കുക. ആദ്യം നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യനും കണ്ടതിന് ശേഷം നിങ്ങളുടെ പേപ്പറിൽ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്തു വയ്ക്കുക. അങ്ങനെ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിന് ശേഷം ബേസിക് ഫണ്ടമെൻ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് സാർ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് സാറിനെ എഴുതി അറിയിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. 10 ക്വസ്റ്റ്യൻസ് ബേസിക് ഫണ്ടമെൻ്റൽസ്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 6 ഈസ് എ ഫാക്ടർ ഓഫ് 26, 27, 33, 36. അപ്പോൾ ഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. 6 ഈസ് എ ഫാക്ടർ ഓഫ് വിച്ച് ഈസ് ദി ആൻസർ? ABCD. ഇതിലേതാണ് ആൻസർ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 66 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ചോയ്സ് ഉണ്ട്. 12, 16, 22, 30. 4 ചോയ്സ് ഉണ്ട്. ആ 4 ചോയ്സിൽ കറക്റ്റ് ആൻസർ ഏതാണ്? 66 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വിച്ച് ചോയ്സ്? അപ്പം മൾട്ടിപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? 11, 22, 30, 33. പ്രൈം നമ്പർ എന്ന കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണ്? അതുപോലെ കമ്പോസിറ്റ് നമ്പർ എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആൻസർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോസിറ്റ് നമ്പർ? 4 ചോയ്സ് ഉണ്ട്. A 3 ആണ്, B 9, C 13, D 17. ഈ തന്നിരിക്കുന്ന നമ്പറിൽ കമ്പോസിറ്റ് നമ്പറായിട്ട് ഒരെണ്ണേ ഉള്ളൂ. അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പ്രൈം നമ്പർ, കമ്പോസിറ്റ് നമ്പർ, പ്രൈം ഫാക്ടറൈസേഷൻ, കോ പ്രൈംസ്, ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് ബേസിക് ഫണ്ടമെൻ്റൽസിൽ സാറിൻ്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങളുടെ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ചോദിക്കുന്നത്, ഇതിലേതാണ് കമ്പോസിറ്റ് നമ്പർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഈസ് കോപ്രൈം? 4 ചോയ്സ്, 2, 8, 4, 9, 6, 22, 7, 28. ഈ 4 ചോയ്സിൽ നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കോപ്രൈം എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ, അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് കോപ്രൈം എന്ന കോൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ ഫാക്ടർ, മൾട്ടിപ്പിൾ, ഡിവൈസിബിൾ, പ്രൈം നമ്പർ, കമ്പോസിറ്റ് നമ്പർ, പ്രൈം ഫാക്ടറൈസേഷൻ, ഇത്രയും കോൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ കോപ്രൈം എന്ന കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, LCM ഓഫ് 5, 10, 20 and 50. ഈ 4 ചോയ്സ് നമുക്ക് 50, 100, 150, 200 4 ചോയ്സ് ഉണ്ട്. LCM കാണാനുള്ള സ്പീഡ് ട്രിക്കുകളും ഷോർട്ട് കട്ടുകളും എല്ലാം സാറിൻ്റെ വീഡിയോസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാവുന്ന ആൻസർ നിങ്ങൾക്കറിയാവുന്ന മെത്തേഡ് ചെയ്യുക. അതിനുശേഷം സാറിൻ്റെ വീഡിയോസിൽ നോർമൽ മെത്തേഡും ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് LCM വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് HCF ആണ്. HCF ഓഫ് 30 and 60. ABCD 10, 20, 30, 60. നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം സാറിൻ്റെ വീഡിയോയും കാണണം. കാരണം HCF പഠിക്കാനും പെട്ടെന്ന് HCF കണ്ടുപിടിക്കാനുള്ള ചില ഷോർട്ട് കട്ടുകളൊക്കെ സാറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ചോയ്സ്
ഇപ്പോൾ ആൻസർ ചെയ്യുക. അതിനുശേഷം സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ആ ഷോർട്ട് കട്ടുകളും അപ്ലൈ ചെയ്ത് സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്യാൻ കൂടി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 പ്ലസ് 5. 4 ചോയ്സ് 6, 10, 12, 14. നമുക്കെല്ലാവർക്കും അറിയാം ബോട്ട്മാസ് റൂൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ആ ബോട്ട്മാസ് റൂളിലൂടെ സ്പീഡിൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് സാറിൻ്റെ വീഡിയോയിൽ പ്രാക്ടീസ് തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ എഴുതി, ആൻസർ കറക്റ്റായിട്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 0.02 ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ 0.007. 4 ചോയ്സ് ഉണ്ട്, 0.4, 2.8, 4, 40. ഇത് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന കോൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. സാറിൻ്റെ വീഡിയോയിൽ ഈ ഡെസിമൽ ഫ്രാക്ഷൻ്റെ കാൽക്കുലേഷൻസ് പഠിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ചില ഷോർട്ട് കട്ടുകളും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളിതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ എഴുതി വയ്ക്കുക. അതിനുശേഷം വീഡിയോ കണ്ടതിന് ശേഷം ആ ഷോർട്ട് കട്ടുകൾ പഠിച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനാണ്, നമ്പർ ഡിവൈസിബിൾ ബൈ 7. 4 ചോയ്സ് ഉണ്ട്, 1575, 1577, 1578, 7776. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ 7 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ളൂ. അത് ഏതാണെന്നുള്ളത് ഡിവൈസിബിലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഡിവൈസിബിലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, അല്ലാതെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കരുത്. കാരണം ഇത് നിങ്ങളെ ഒരു ടെസ്റ്റിങ് മാത്രം, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഫണ്ടമെൻ്റൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് ഉണ്ട് എന്നറിയാനുള്ളൊരു മെത്തേഡാണ്. അപ്പം നിങ്ങളിത് ചെയ്തതിന് ശേഷം സാറിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിൻ്റെ ഒരു വീഡിയോ ഇവിടെ തരുന്നുണ്ട്. ആ വീഡിയോ കാണുക. അതിനുശേഷം 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് കറക്റ്റാക്കാൻ സാധിച്ചത്, ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സാറിൻ്റെ ട്രിക്ക് വഴി, സ്പീഡ് ട്രിക്കുകൾ വഴി സ്പീഡിൽ ചെയ്യാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിനുശേഷം ഡീറ്റെയിൽസ് സാറിനെ അറിയിക്കുക. നമ്മൾ മാത്തമാറ്റിക്സിലെ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുവാണ്. ഇപ്പോൾ സാർ 10 ക്വസ്റ്റ്യൻസ് തന്നു. ആ 10 ക്വസ്റ്റ്യൻസും മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. മാത്സിലെ ബേസിക് ഫണ്ടമെൻ്റൽസ് ഒരു 16 വീഡിയോസായിട്ട് സാർ ഓൾറെഡി തന്നിട്ടുണ്ട്. മക്കളെല്ലാവരും അത് കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ അത് പഠിക്കണം. ഇപ്പോൾ സാർ ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സാർ ആ ബേസിക് ഫണ്ടമെൻ്റൽസ് പറഞ്ഞു തരുവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് 10 വീണ്ടും ഒന്നുകൂടി ചെയ്യുക. ഇപ്പം നിങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത മെത്തേഡ് നിങ്ങൾക്കറിയാം. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ? സാറിൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം മക്കളൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ പോയിന്റ്, നമുക്ക് ഫാക്ടർ മൾട്ടിപ്പിൾ ഡിവൈസിബിൾ, ഫാക്ടർ മൾട്ടിപ്പിൾ ആൻഡ് ഡിവൈസിബിൾ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് 6 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു ഇൻറ്റിജറാണ്. 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ, അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ഇൻറ്റിജർ കിട്ടിയാൽ നമുക്ക് 3 കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ്? നമുക്ക് ഒന്നാമത് പറയാവുന്നത് 2 ഈസ് എ ഫാക്ടർ, 2 ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയാം. അപ്പോൾ ഫാക്ടറിൻ്റെ മീനിങ് മനസ്സിലായി. ഇനി തിരിച്ച് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാം. അപ്പം മൾട്ടിപ്പിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി പറയാം, 6 ഈസ് ഡിവൈസിബിൾ ബൈ 2.
ഇതാണ് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 കോൺസെപ്റ്റുകൾ: ഫാക്ടർ, മൾട്ടിപ്പിൾ ആൻഡ് ഡിവൈസിബിൾ. ഇനി വീണ്ടും മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. സി, ഇവിടെ നമുക്ക് 27 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു ആൻ ഇൻറ്റിജർ. ഈ എക്സ്പ്രഷനിലും നമുക്ക് ന്യൂമറേറ്റർ ഉണ്ട്. 27 ന്യൂമറേറ്റർ ആണ്, 9 ഡിനോമിനേറ്റർ ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ഇൻറ്റിജർ കിട്ടി, അതായത് ഫ്രാക്ഷൻ കിട്ടുന്നില്ല. ഇൻറ്റിജർ എന്താണ്, ഫ്രാക്ഷൻ എന്താണ്, ഇതെല്ലാം മക്കൾക്ക് അറിയാം. ഇനി അഥവാ അറിയില്ല എങ്കിൽ സാറിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ക്ലാസ്സിലെ 16 വീഡിയോസ് കൃത്യമായിട്ട് കാണുക. അപ്പം ഇവിടെയും നമുക്ക് പറയാൻ സാധിക്കുന്ന 3 കാര്യങ്ങൾ: 9 ഈസ് എ ഫാക്ടർ ഓഫ് 27, 27 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ആൻഡ് 27 ഈസ് ഡിവൈസിബിൾ ബൈ 9. അപ്പം നമ്മൾ 3 ബേസിക് ഫണ്ടമെൻ്റൽസ് പഠിച്ചു കഴിഞ്ഞു: ഫാക്ടർ, മൾട്ടിപ്പിൾ ആൻഡ് ഡിവൈസിബിൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈം നമ്പർ ആൻഡ് കമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പർ ആൻഡ് കമ്പോസിറ്റ് നമ്പർ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്താണ് പ്രൈം നമ്പർ, എന്താണ് കമ്പോസിറ്റ് നമ്പർ, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് ഒരു നമ്പർ എഴുതി, 2 എന്ന് പറയുന്ന ഒരു നമ്പർ. നമുക്കറിയാം 2/1 ഈസ് ഈക്വൽ ടു 2, 2/2 ഈസ് ഈക്വൽ ടു 1. ഈ 2 എന്ന നമ്പറിൽ നമുക്ക് രണ്ട് നമ്പറുണ്ട്, 1ഉം 2ഉം. ഈ 2 നമ്പറുകൾ കൊണ്ട് മാത്രമേ 2നെ ഡിവൈസിബിൾ ആവുള്ളൂ. അതായത് 2വിന് 1, 2 ഈ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു നമ്പർ എടുക്കാം. 3 എന്ന നമ്പറിൽ നമുക്ക് പറയാം 3/1 ഈസ് ഈക്വൽ ടു 3, 3/3 ഈസ് ഈക്വൽ ടു 1. 2 നമ്പർ കൊണ്ട് മാത്രമേ 3യെ ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിൽ ഒരു ഇൻറ്റിജർ കിട്ടൂ. അതിൻ്റെ മീനിങ് എന്താണ്? 3 എന്ന നമ്പറിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 ആൻഡ് 3. 3 എന്ന നമ്പറിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 ആൻഡ് 3. ഇനി 4 എന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. 4 എന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് പറയാം 4/1 ഈസ് ഈക്വൽ ടു 4, 4/2 ഈസ് ഈക്വൽ ടു 2 ആൻഡ് 4/4 ഈസ് ഈക്വൽ ടു 1. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ 4ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ 3 ഇൻറ്റിജേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കൊണ്ടും 2 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇൻറ്റിജേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം 4ന് 1, 2, 4 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം 4ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്, 1, 2, 4. അതേസമയം നമ്മൾ ഇവിടെ കണ്ടു 3ന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. 1ഉം ആ നമ്പരും മാത്രം. ഇതുപോലെ തന്നെ 2നും 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇത് നമുക്ക് പറയാൻ സാധിക്കും പ്രൈം നമ്പർ എന്താണ്, കമ്പോസിറ്റ് നമ്പർ എന്താണ്. 2 ഒരു പ്രൈം നമ്പറാണ്. അതിൻ്റെ റീസൺ എന്താണ്? 2വിന് 1ഉം ആ നമ്പരും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് പ്രൈം നമ്പറിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. 2 ഈസ് എ പ്രൈം നമ്പർ ബിക്കോസ് 2 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ ഡെഫിനിഷൻ: എ പ്രൈം നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. 3 എന്ന് പറയുന്നത് 3 ഈസ് എ പ്രൈം നമ്പർ ബിക്കോസ് 3 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഇനി ഈ നമ്പർ നോക്കിയേ, മൂന്നാമത്തെ നമ്പർ നമ്മൾ എഴുതിയിരിക്കുന്നത് 4നെ കുറിച്ച് പറഞ്ഞാൽ 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. എന്തുകൊണ്ടാണ്? 4ന് 1ഉം ആ നമ്പരും മാത്രമല്ല ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. 4ന് 2ഉം ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കമ്പോസിറ്റ് നമ്പറിൻ്റെ ഡെഫിനിഷനായിട്ട് എന്ത് പറയാം? എ കമ്പോസിറ്റ് നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. എ കമ്പോസിറ്റ് നമ്പർ ഈസ് എ നമ്പർ
വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറുകളെ നമ്മൾ കമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നു. ഇതാണ് പ്രൈം നമ്പറും കമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് കോപ്രൈംസ്. കോപ്രൈംസ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എസ്പെഷ്യലി നമ്മൾ LCM എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്സിലെ ഏറ്റവും ബേസിക്കാണ്. ആ LCMലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റാണ് കോപ്രൈംസ്. നമുക്ക് 2 നമ്പറുകൾ എടുക്കാം. 2 നമ്പറുകൾ 4, 9. നമ്മൾ 2 ഇൻറ്റീജേഴ്സ് എടുത്തു, അല്ലെ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 4നെ നമുക്ക് 2 × 2 എന്ന് പറയാം, 9നെ നമുക്ക് 3 × 3 എന്ന് പറയാം. ഈ 2 നമ്പറുകൾ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. കാരണം 4ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2 × 2 എന്ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, 9ന് 3 × 3 എന്ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 നമ്പറുകൾ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കോ പ്രൈംസ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അതായത് 4 ഒരു പ്രൈം നമ്പർ അല്ല, 9 ഒരു പ്രൈം നമ്പർ അല്ല, പക്ഷേ 4ഉം 9ഉം കൂടി കോ പ്രൈംസ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് 4ഉം 6ഉം കോ പ്രൈംസ് ആണോ? ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4ഉം 6ഉം കോ പ്രൈംസ് ആണോ? 4ൻ്റെ ഫാക്ടേഴ്സ് നോക്കുക, 2 × 2. 6ൻ്റെ ഫാക്ടേഴ്സ് 2 × 3. 4ഉം 6ഉം കോ പ്രൈംസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 2 വരുന്നുണ്ട്, 6ൻ്റെ ഫാക്ടറിൽ 2 വരുന്നുണ്ട്, 4ൻ്റെ ഫാക്ടറിൽ 2 വരുന്നുണ്ട്. അപ്പോൾ 4ഉം 6ഉം കോ പ്രൈംസ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? 4ലും 6ലും 2 ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് 4ഉം 6ഉം കോ പ്രൈം അല്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 10 ആൻഡ് 25 ഇവർ കോ പ്രൈം നമ്പേഴ്സ് ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 10 ഈസ് 2 × 5, 25 ഈസ് 5 × 5. നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇവിടെ അറിയാം 5 എന്ന് പറയുന്നത് 2 സ്ഥലത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 10 ആൻഡ് 25 ആർ നോട്ട് കോ പ്രൈം നമ്പേഴ്സ്. വീണ്ടും നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണ്. 7 ആൻഡ് 13. നമ്മൾ ഈ 2 നമ്പേഴ്സിനെയും നോക്കിക്കേ, ഇവർ രണ്ടുപേരും പ്രൈം നമ്പേഴ്സാണ്. കാരണം എന്തുകൊണ്ടാണ്? 7ന് 7ഉം 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ, 13ന് 13ഉം 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 7ഉം 13ഉം പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് എപ്പോഴും കോ പ്രൈംസ് ആയിരിക്കും. ഇവർ തമ്മിൽ ഈ കോമൺ ആയിട്ട് 1 ഉണ്ട്, പക്ഷേ 1നെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? 1 എല്ലാത്തിൻ്റെയും ഫാക്ടറാണ്. അതുകൊണ്ട് 1 ഒഴികെ വേറെ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കോ പ്രൈംസ് ആയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് 9ഉം 26ഉം നോക്കാം. 9, 26 ഇവർ കോ പ്രൈംസ് ആണോ? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 9 ഈസ് 3 × 3 എന്ന് പറയും, 26നെ നമ്മൾ 2 × 13 എന്ന് പറയും. ഇവർ തമ്മിൽ കോമൺ നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് 9ഉം 26ഉം കോ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോ പ്രൈം നമ്പറിൻ്റെ ഡെഫിനേഷൻ എന്താണ്? 2 നമ്പേഴ്സ് ആർ കോ പ്രൈം നമ്പേഴ്സ് if they have no common factors except 1. 1 ഒഴികെ വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ല എങ്കിൽ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന ബേസിക് ഫണ്ടമെൻ്റൽ LCM ആൻഡ് HCF. മാത്തമാറ്റിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആണിക്കല്ലാണ് LCM ആൻഡ് HCF. ഈ കോൺസെപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂ.
ഒരുപാട് കണക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പുകളിൽ ഫ്രാക്ഷൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ വരും. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി LCM HCF എന്ന കോൺസെപ്റ്റും അതിൻ്റെ ചില ഈസി മെത്തേഡുകളുമാണ്, അത് കണ്ടെത്താനുള്ള ചില ഈസി ട്രിക്കുകളുമാണ് സാർ ഇവിടെ പറയുന്നത്. സാറിൻ്റെ 16 വീഡിയോസ് ഉള്ള ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, അതെല്ലാവരും പഠിക്കണം. ഇവിടെ നമുക്ക് ആ ടെസ്റ്റ് പേപ്പറുകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, സാർ തന്ന ടെസ്റ്റ് പേപ്പർ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ആ പോർഷൻസ് ആണ് സാർ ചെയ്യുന്നത്. LCM ആൻഡ് HCF. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2 നമ്പേഴ്സ് തന്നിരിക്കുവാണ്, 20 ആൻഡ് 60. ഈ നമ്പേഴ്സിൻ്റെ LCM കാണണം. നമ്മളൊരു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. വേറെയും മെത്തേഡുകൾ നമുക്ക് LCMനുണ്ട്, എങ്കിലും ബേസിക് ആയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം. ഈ 20 എന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 2 × 5. അതുപോലെ 60 എന്ന നമ്പറിനെ 3 × 2 × 2 × 5. ഇങ്ങനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഇനി LCM കാണാൻ വേണ്ടി ഈ 2 നമ്പറുകളുടെയും LCM കിട്ടാൻ നമുക്ക് 2 സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ് LCMനകത്ത് ഏതൊക്കെ നമ്പറുകളാണ്, ഇതിൽ നിന്ന് ഏതൊക്കെ നമ്പറുകൾ LCMൽ എടുക്കണം. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ 2 നമ്പേഴ്സിലും ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആ 2 നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു. ഇനി നമ്മൾ ഈ 2 എടുക്കാൻ പാടില്ല, ഈ 2 സ്ഥലത്തുനിന്നും 2 എടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ആ 2ഉം കൂടി കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു. വീണ്ടും ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അതും കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം എടുത്തു. അപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒരു പ്രാവശ്യം എടുത്തു. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മളിങ്ങനെ കോമൺ നമ്പേഴ്സ് എടുത്തതിന് ശേഷം ഇനി മിച്ചം എവിടെയൊക്കെ നമ്പറുണ്ടോ, ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ അവിടുത്തെ എടുക്കും, ഇവിടെ ഉണ്ടെങ്കിൽ അതും എടുക്കും. ഇപ്പം ഈ കോമൺ നമ്പേഴ്സ് എടുത്തതിന് ശേഷം ഇവിടെ നമ്പറുകളൊന്നും ബാലൻസ് ഇല്ല, അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഇത്രയും കോമൺ നമ്പേഴ്സ് എടുത്തതിന് ശേഷം ഇവിടെ 3 വീണ്ടും ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് 3യും കൂടി ഈ കൂടെ എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് LCM എന്ന് പറയുന്നത് 2 × 2 × 5 × 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടും. പക്ഷേ HCF എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് മാത്രം എടുത്താൽ മതി. അതായത് LCMൽ നമ്മൾ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം മതി HCFൽ. LCMൽ നമ്മൾ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒരു പ്രാവശ്യം എടുക്കുന്നു. 2, ഇനി മിച്ചമുള്ള നമ്പേഴ്സ്, ഈ 2 എണ്ണത്തിലും മിച്ചമുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ടോ അതും കൂടി എടുക്കും. പക്ഷേ HCFൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ HCF എന്ന് പറയുന്നത്, അതായത് 20, 60, ഈ 2 നമ്പറുകളുടെയും HCF എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ്. 2 കോമൺ ആയിട്ടുണ്ട്, നമ്മളത് എടുത്തു. ഇനി വീണ്ടും ഒരു 2 കോമൺ ആയിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടും എടുത്തു. ഇവിടെ 5 കോമൺ ആയിട്ടുണ്ട്, നമ്മൾ അതും എടുത്തു. അപ്പോൾ HCF = 2 × 2 × 5, ദാറ്റ് ഈസ് 20. ഇതാണ് ഈ HCFും LCMും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഫസ്റ്റ് LCM എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നു. 2, കോമൺ നമ്പേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള നമ്പേഴ്സ് കൂടി LCMൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ HCFലാണെങ്കിൽ ആ കോമൺ നമ്പേഴ്സ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 40 ആൻഡ് 100, ഈ 2 നമ്പേഴ്സിൻ്റെയും LCMും HCFും കാണുക. നമ്മൾ പറഞ്ഞ പോലെ LCMന് 2 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം കോമൺ നമ്പേഴ്സ് മാത്രമേ എടുക്കുക. ഇവിടെ കോമൺ ആയിട്ട് 2 ഉണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു. ഇവിടെ കോമൺ ആയിട്ട് വീണ്ടും 2 വന്നു, അത് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം എടുത്തു. ഇനി 5 ഇവിടെ കോമൺ ആയിട്ടുണ്ട്, ആ കോമൺ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം എടുത്തു.
ഇനി നമുക്ക് രണ്ട് സ്ഥലത്ത് മിച്ചമുള്ളത്, നമ്മൾ ഈ കോമണിൽ ഉൾപ്പെടാത്ത നമ്പേഴ്സ്, ഇവിടെ 2 ഉണ്ട്, ആ 2 നമ്മൾ എടുത്തു. ഇവിടെ 5 കോമണിൽ പെടാതെ ഉണ്ട്, നമ്മൾ ആ 5 കൂടി എടുത്തു. ഇത്രയും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM കിട്ടും. ഇനി ഇവിടെ തന്നെ HCF എങ്ങനെ കാണും? HCFിൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, അതായത് കോമൺ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ രണ്ട് സ്റ്റെപ്പ് വന്ന് കോമൺ നമ്പേഴ്സും അതിനുശേഷമുള്ള ബാലൻസും, കോമൺ നമ്പേഴ്സ് ആൻഡ് ബാലൻസ് നമ്പേഴ്സ്, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് LCM. ഇനി അതിൽ നിന്ന് തന്നെ നമുക്ക് HCF കാണാം. ഇതിൽ കോമൺ ആയിട്ട് വന്ന നമ്പേഴ്സ് 2 × 2 × 5 മാത്രമേ ഉള്ളൂ. അപ്പം HCF 20 ആയിരിക്കും. ഈ കോമൺ ആയിട്ട് വന്ന നമ്പേഴ്സ് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പം നമുക്ക് LCMനെ രണ്ടായിട്ട് തിരിച്ചാൽ ഈ രണ്ട് നമ്പറിൻ്റെ LCM കാണാൻ പറയുമ്പം രണ്ടിലും കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സും അതിനുശേഷം ബാലൻസ് വരുന്ന പ്രൈം നമ്പേഴ്സും കൂടി ചേരുന്നതാണ് LCM. എന്നാൽ HCF എന്ന് പറഞ്ഞാലോ, ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം എടുക്കുന്നതിനെയാണ് HCF എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ LCM നമുക്ക് കണക്കുകളൊക്കെ ചെയ്യുമ്പം ഈസി ആയിട്ട് പെട്ടെന്ന് കാണാവുന്ന ചില സ്റ്റെപ്പുകളുണ്ട്. സാർ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളൊരു നമ്പർ സെലക്ട് ചെയ്തു, 30, 60, 90. ഈ മൂന്ന് നമ്പറുകളുടെ LCM കാണാൻ പറഞ്ഞാൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാതെ തന്നെ ചില നമ്പറുകൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും ആ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. ചില നമ്പറുകൾക്ക് നമുക്ക് പെട്ടെന്ന് ഇത് കാണാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ബാക്കിയുള്ള നമ്പറുകൾ, നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ അവിടെ നിർത്തി, ബാക്കിയുള്ള നമ്പറുകൾ ഈ വലിയ നമ്പറിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം 30 ഈസ് എ ഫാക്ടർ ഓഫ് 90. ഇനി നമുക്ക് 30 പരിഗണിക്കുകയേ വേണ്ട, 30 നമ്മൾ ക്യാൻസൽ ചെയ്തു. അതിന് കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സെലക്ട് ചെയ്ത വലിയ നമ്പർ, ആ വലിയ നമ്പറിൻ്റെ ഫാക്ടറാണ് 30. അതുകൊണ്ട് നമ്മൾ 30 ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക, 60 എന്നത് 90യുടെ ഫാക്ടർ ആണോ? നമുക്കറിയാം 60 90യുടെ ഫാക്ടർ അല്ല. അതിന് കാരണം നമ്മൾ ഓൾറെഡി ഫാക്ടർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. 90യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9/6 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3/2 എന്ന് കിട്ടും. ഇതൊരു ഫ്രാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് 60 90യുടെ ഫാക്ടർ അല്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. 90യുടെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 90യുടെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 90 × 1 90, 90 × 2 180. അപ്പം 90യുടെ അടുത്ത മൾട്ടിപ്പിൾ 90 × 2 ആണ്. അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 90 × 3 270 വരും. അപ്പം നമ്മൾ 60 90യുടെ ഫാക്ടർ അല്ല എന്നതുകൊണ്ട് 90യുടെ അടുത്ത മൾട്ടിപ്പിൾ നമ്മൾ എടുത്തു, ദാറ്റ് ഈസ് 180. ഇനി വീണ്ടും 60 എന്നത് 180യുടെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 60 180യുടെ ഫാക്ടർ ആണ്, കാരണം 180/60 = 3. അതൊരു ഇൻറ്റിജർ ആണ്. അപ്പോൾ 60 180യുടെ ഫാക്ടർ ആണ്. Therefore LCM = 180. അപ്പോൾ LCM എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്തു, മറ്റ് നമ്പറുകൾ ഈ വലിയ നമ്പറിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഈ നമ്പറുകളൊക്കെ വലിയ നമ്പറിൻ്റെ ഫാക്ടർ ആയിരുന്നുവെങ്കിൽ ആ വലിയ നമ്പർ തന്നെയായിരുന്നു LCM. പക്ഷേ ഇവിടെ 60 90യുടെ ഫാക്ടർ അല്ല. അതുകൊണ്ട് 90യുടെ അടുത്ത മൾട്ടിപ്പിൾ 180 നമ്മൾ ചെക്ക് ചെയ്തു. 60 180യുടെ ഫാക്ടറാണ്, അതുകൊണ്ട് LCM 180. അപ്പോൾ നമുക്ക് സ്റ്റെപ്പുകളൊന്നുമില്ലാതെ നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്താൽ ചില നമ്പറുകൾക്ക് അത് കറക്റ്റ് ആവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 4 8 16. ഇതിൻ്റെ LCM 16 ആണ്. ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഇതിലെ ഏറ്റവും വലിയ നമ്പർ 16 ആണ്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ്
ഏറ്റവും വലിയ നമ്പർ 16 ആണ്. 4 ഈസ് എ ഫാക്ടർ ഓഫ് 16, 8 ഈസ് എ ഫാക്ടർ ഓഫ് 16, therefore 16 ഈസ് ദി LCM ഓഫ് 4, 8 ആൻഡ് 16. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് ആ ടൈം സേവ് ചെയ്യാൻ പറ്റി, നമ്മളത് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ സാറിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലിൻ്റെ ഒരു 16 വീഡിയോസ് സാർ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് മക്കൾ ഉറപ്പായിട്ട് കാണുക. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ LCMൻ്റെ ഈ പോയിൻറ്റ്സ്, HCFൻ്റെ ഈ പോയിൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് വേണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് കട്ടുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം ചെയ്തു എങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി സാറിൻ്റെ ഈ ഷോർട്ട് കട്ടുകളൊക്കെ വെച്ച് ആ 10 ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത പോയിന്റ് ബോട്ട്മാസ് റൂളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ബോട്ട്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് B ഫോർ ബ്രാക്കറ്റ്, O ഫോർ ഓഫ്, D ഫോർ ഡിവിഷൻ, M ഫോർ മൾട്ടിപ്ലിക്കേഷൻ, A ഫോർ അഡീഷൻ ആൻഡ് S ഫോർ സബ്ട്രാക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സാറിൻ്റെ 16 വീഡിയോ, ഫണ്ടമെൻ്റലിൻ്റെ 16 വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്, കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി നമുക്ക് 1-2 എക്സാമ്പിൾസ് സാർ ഇവിടെ പറഞ്ഞു തരാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇതുപോലെ ഒരു സിറ്റുവേഷൻ 8 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 പ്ലസ് 9. നമ്മൾ എങ്ങനെയാണിത് ചെയ്യുന്നത്? ബോട്ട്മാസ് റൂളിൽ പറയുന്നതനുസരിച്ച് ഡിവിഷൻ ആദ്യം ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 8 ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, 8/6. അതിനുശേഷമാണ് ഇൻറ്റു 3 ചെയ്യേണ്ടത്. അപ്പോൾ 8/6 ഇൻറ്റു 3 പ്ലസ് 9. ഇനി ഇൻറ്റു കഴിഞ്ഞിട്ടാണ് പ്ലസ് ചെയ്യേണ്ടത്. കാരണം ബോട്ട്മാസിൽ എന്താ പറയുന്നത്? ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോട്ട്മാസ് ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിലൂടെ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ 8/6 ഇൻറ്റു 3 നമുക്ക് നോക്കാം. 8/6 എന്ന് പറയുമ്പോൾ ആ ഡിവിഷൻ 8ഉം 6ഉം കൂടി കട്ട് ചെയ്താൽ 4/3 എന്ന് വരും. അപ്പോൾ 4/3 ഇൻറ്റു 3, ഈ 4/3 ഇൻറ്റു 3ക്ക് നമുക്ക് 4 എന്ന് കിട്ടി. ആ ഇൻറ്റു കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അഡീഷൻ പാടുള്ളൂ. അതുകൊണ്ട് 4/3 ഇൻറ്റു 3 4 കിട്ടി. ആ 4നോട് 9 ആഡ് ചെയ്തപ്പോൾ 13 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ട് ഇവിടെ 3 + 9 12 എന്ന് എടുത്തിരുന്നെങ്കിൽ അത് തെറ്റിപ്പോയേനെ. അപ്പോൾ ആദ്യം ഡിവിഷൻ കഴിഞ്ഞു, പിന്നെ മൾട്ടിപ്ലിക്കേഷനും ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടി നോക്കാം. 12 ഇൻറ്റു 3/2 മൈനസ് 4. ഇവിടെയും നമുക്ക് ബോട്ട്മാസ് റൂളിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം. ആദ്യം 3/2 ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു 12 ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇൻറ്റു 12, അതുകൊണ്ട് നമുക്ക് 12 ഇൻറ്റു 3/2 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2ഉം 12ഉം കൂടി കട്ട് ചെയ്യാം, നമുക്കറിയാം. കാരണം 12 ഇൻറ്റു 3/2 എന്ന് പറയുമ്പം ആക്ച്വലി അത് 12 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 എന്ന് ആയിക്കോളൂ. അപ്പം നമുക്ക് 12ഉം 2ഉം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടി. അപ്പം നമുക്ക് ഇവിടെ 6 ഇൻറ്റു 3 18 വന്നു. 18 മൈനസ് 4 നമുക്ക് 14 ആൻസർ കിട്ടി. അപ്പം ഇവിടെയും നമുക്ക് മിസ്റ്റേക്കുകൾ വരാതെ ഇൻറ്റു ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്തിട്ട് ഇൻറ്റു ചെയ്തിട്ട് അതിനോട് വേണം മൈനസ് ചെയ്യാനായിട്ട്. അല്ലാതെ 2 - 4 ആദ്യം ചെയ്യരുത്. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടി ബോട്ട്മാസ് റൂൾ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മക്കൾ ബേസിക് ഫണ്ടമെൻ്റലിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 14 എന്ന് ആൻസർ കിട്ടി. ഡെസിമൽ ഫ്രാക്ഷൻസ് മാത്തമാറ്റിക്സിലെ ബേസിക് ഫണ്ടമെൻ്റൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളിലൊന്നാണ് ഡെസിമൽ ഫ്രാക്ഷൻസ്. നമുക്കെല്ലാവർക്കും ഈ ഡെസിമൽ എന്ന് കാണുമ്പം പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ ഈ ഡെസിമൽ ഫ്രാക്ഷൻസ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് സാർ പറയാൻ പോകുന്നത്. നമുക്കൊരു 3 സിറ്റുവേഷൻ ഇവിടെ വരും. ഈ 3 സിറ്റുവേഷൻ എക്സാമ്പിളിലൂടെ സാർ കാണിച്ചാൽ പെട്ടെന്ന് അത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുന്നു. സിമ്പിൾ ഒരു എക്സാമ്പിളാണ്. ഈ
എക്സ്പ്രഷൻ, ഈ പ്രസൻറ്റേഷൻ നോക്കുക. ഇവിടെ നമുക്ക് 0.2 ഇൻറ്റു 0.03 ഡിവൈഡഡ് ബൈ 0.006. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ നമ്പറുകൾ മാത്രം എടുക്കുക. 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 6 ബൈ 6 ഈസ് ഈക്വൽ ടു 1. നമ്മൾ ഡെസിമൽ എല്ലാം മറന്നു, നമ്പറുകൾ മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1 എന്ന ആൻസർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ എത്ര ഡെസിമലുണ്ട്. ഇവിടെ ഒരു ഡെസിമലുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറകോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡെസിമലുണ്ട്. ഡെസിമൽ പോയിന്റ് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ 2 ഡെസിമലുണ്ട്. ടോട്ടൽ ന്യൂമറേറ്ററിൽ നമുക്ക് 3 ഡെസിമലുണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ ഇവിടെയാണ് ഡെസിമൽ കിടക്കുന്നത്. 1, 2, 3 3 ഡെസിമൽ ഡിനോമിനേറ്ററിലുണ്ട്. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? ന്യൂമറേറ്ററിലെ ഡെസിമൽസിൻ്റെ ടോട്ടൽ നമ്മൾ എടുത്തു, ഡിനോമിനേറ്ററിലെ ഡെസിമൽസിൻ്റെ ടോട്ടൽ നമ്മൾ എടുത്തു, ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്കത് ഈ ഡെസിമൽ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ആൻസർ തന്നെയായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് നേരെ തിരിച്ച് അതേ എക്സ്പ്രഷൻ തന്നെയാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ പോലെ നമ്പറുകൾ എടുത്തു. 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ താഴത്തെ നമ്പർ 6 ആണ്. നമുക്ക് 6 ബൈ 6 1 എന്ന് ആൻസർ കിട്ടി. നമ്മൾ സെയിം എക്സ്പ്രഷൻ തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഡെസിമൽസിൻ്റെ എണ്ണം നോക്കിയേ. ഇവിടെ 1, 2 2 ഡെസിമലുണ്ട്. 1, 2, 3 ഇവിടെ 3 ഡെസിമലുണ്ട്. ടോട്ടൽ 5 എണ്ണമുണ്ട്. ഡിനോമിനേറ്ററിൽ 1, 2, 3, 4 ഡിനോമിനേറ്ററിൽ 4 ഡെസിമലുണ്ട്. ഡിഫറൻസ് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 1 ഡെസിമൽ കൂടുതലാണ്. ന്യൂമറേറ്ററിൽ 1 ഡെസിമൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ ആൻസറിൽ നിന്നും, ഈ 1 എന്ന് പറയുന്ന ആൻസറിൽ നിന്നും 1 ഡെസിമൽ പുറകോട്ടെടുത്ത് നമ്മൾ ഡെസിമൽ ഇടണം. 1 പോയിന്റ് പുറകോട്ടെടുക്കണം. ന്യൂമറേറ്ററിൽ 2 ഡെസിമൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിനേക്കാൾ 2 ഡെസിമൽ ന്യൂമറേറ്ററിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ആൻസറിൽ നിന്നും 2 ഡെസിമൽ പുറകോട്ടെടുക്കണമായിരുന്നു. അതായത് 0.01 എന്ന് വരുമായിരുന്നു. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 5 ഡെസിമലും ഡിനോമിനേറ്ററിൽ 4 ഡെസിമലുമാണ്. ഡിഫറൻസ് 1 ഡെസിമൽ ന്യൂമറേറ്ററിലുണ്ട്. അങ്ങനെ ന്യൂമറേറ്ററിൽ 1 ഡെസിമലിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഡെസിമൽ എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ചെയ്ത് കിട്ടിയ ആൻസർ, അതിൽ നിന്നും 1 ഡെസിമൽ പുറകോട്ടെടുത്ത് 0.01 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെയും നമുക്ക് സെയിം സിറ്റുവേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇവിടെയും നമ്മൾ 2 ഇൻറ്റു 3 ബൈ 6 ഈസ് ഈക്വൽ ടു 6 ബൈ 6 ഈസ് ഈക്വൽ ടു 1. നമ്മൾ നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്തു, ആ നമ്പേഴ്സ് മാത്രം ചെയ്തു, 1 എന്ന ആൻസർ കിട്ടി. ഇനി നമ്മൾ ഡെസിമൽ കൗണ്ട് ചെയ്ത് നോക്കുക. ന്യൂമറേറ്ററിൽ 1, 2 ഇവിടെ 2 ഡെസിമലുണ്ട്. ഇവിടെ 0.3 1 ഡെസിമലുണ്ട്. ന്യൂമറേറ്ററിൽ ടോട്ടൽ 3 ഡെസിമലുണ്ട്. ഡിനോമിനേറ്ററിൽ 1, 2, 3, 4 ഡിനോമിനേറ്ററിൽ 4 ഡെസിമലുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 ഡെസിമൽ കൂടുതലാണ്. അതായത് ഡിനോമിനേറ്ററിൽ 4 എണ്ണം, ന്യൂമറേറ്ററിൽ 3 എണ്ണം. ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 ഡെസിമൽ കൂടുതലാണ്. ഡിനോമിനേറ്ററിൽ 1 ഡെസിമൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ആൻസറിനോട് ഒരു 0 റൈറ്റിലേക്ക് ചേർത്താൽ മതി. ഡിനോമിനേറ്ററിലാണ് ഡെസിമൽ കൂടുതൽ വന്നിട്ടുള്ളതെങ്കിൽ, അതായത് ന്യൂമറേറ്ററിനേക്കാൾ കൂടുതൽ ഡെസിമൽ ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഡിനോമിനേറ്ററിലെ ആ ഡിഫറൻസിൻ്റെ അത്രയും 0 ഇവിടെ ഈ ആൻസറിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ 3 സിറ്റുവേഷനാണ് നമ്മൾ പഠിച്ചത്.
ഒന്ന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽസ് തുല്യമാണെങ്കിൽ നമ്മൾ വെറുതെ നമ്പറുകൾ എടുത്തിട്ട് ആ ആൻസറും കണ്ടുപിടിച്ചാൽ മതി. ഡെസിമലിൻ്റെ ഒരു പോയിൻ്റ് അവിടെ വരുന്നില്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമുക്ക് ന്യൂമറേറ്ററിലായിരുന്നു ഡെസിമൽ കൂടുതൽ. ന്യൂമറേറ്ററിൽ 5 ഡെസിമലും ഡിനോമിനേറ്ററിൽ 4 ഡെസിമലും. ന്യൂമറേറ്ററിൽ 1 ഡെസിമൽ കൂടുതലായിരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ആൻസർ അതിൽ നിന്നും 1 പോയിന്റ് പുറകോട്ടെടുത്ത് 0.1 എന്ന് കിട്ടി. അതായത് 1 ഡെസിമൽ പുറകോട്ടെടുത്തു. മൂന്നാമത്തെ കേസിൽ ന്യൂമറേറ്ററിൽ 3 ഡെസിമലും ഡിനോമിനേറ്ററിൽ 4 വന്നു. ഡിനോമിനേറ്ററിൽ 1 ഡെസിമൽ കൂടുതൽ വന്നതുകൊണ്ട് നമുക്ക് സാധാരണ കിട്ടിയ ആൻസറിനോട് 1 0 ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ഡെസിമൽ ഫ്രാക്ഷൻ്റെ ആൻസർ കണ്ടെത്താനുള്ള ഏറ്റവും ഷോർട്ട് മെത്തേഡാണ്. ഈ മെത്തേഡ് മക്കൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം സാറ് ആ 10 ക്വസ്റ്റ്യൻസ് തന്നപ്പോൾ മക്കൾ ആൻസർ ചെയ്യുമ്പോൾ സാറിൻ്റെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് മക്കൾ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ ഈ ഷോർട്ട് മെത്തേഡിലൂടെ കിട്ടും. സാറിപ്പോൾ ഓരോ ഷോർട്ട് മെത്തേഡുകൾ പറയാൻ കാരണം നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡെസിമൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് കിട്ടത്തില്ല. നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പം, ഓരോ വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പം അതിനകത്ത് സബ്ബായിട്ട് വരുന്നതാണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്ന മെത്തേഡുകളിലൂടെ പോയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടുകയും അതുവഴി നമുക്ക് എക്സാമിനേഷന് ഒരുപാട് സമയം ലാഭിക്കാനും നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിവൈസിബിലിറ്റി ടെസ്റ്റ്. ഇത് മാത്സിലെ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റലിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ 16 പോയിൻറ്റ്സ് 16 വീഡിയോസ് സാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് മക്കളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ എല്ലാവരും കാണുക. നമുക്കിപ്പോൾ ടെസ്റ്റ് പേപ്പർ എഴുതാൻ വേണ്ടി സാർ ഒരു 10 ക്വസ്റ്റ്യൻ തന്നു. ആ 10 ക്വസ്റ്റ്യൻ ഡിവൈസിബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സാർ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം മക്കൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച്, ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യൻ്റെ ആൻസറും സാറോട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈസിബിൾ ആണ്. ഇതെല്ലാവർക്കും അറിയാം. ഇനി മറ്റൊന്നുള്ളത്, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ, ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ നമ്പറിൻ്റെ ഡിജിറ്റുകളെല്ലാം കൂടി ഒന്ന് ടോട്ടൽ ചെയ്യണം. 2 + 3 + 6 + 1 നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. ഈ 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. കാരണം 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. 4 ഒരു ഇൻറ്റിജർ ആണ്. അപ്പം നമുക്ക് 12നെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ 2361 എന്ന് പറയുന്ന നമ്പറിനെയും 3 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എടുക്കണം. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ ആ സമ്മായി കിട്ടുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ഈ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്കൊരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു ട്രിക്കുണ്ട്. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ഒന്നിച്ചെടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ഒന്നിച്ച്, അപ്പോൾ അതൊരു നമ്പറായിട്ട് കിട്ടും. നമുക്കിവിടുത്തെ ലാസ്റ്റ് 2 ഡിജിറ്റും കൂടി എടുത്തപ്പോൾ നമുക്ക് 84 എന്നൊരു നമ്പർ കിട്ടി. ഈ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നോക്കുക. യെസ്, ഈ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈസിബിൾ ആണ്.
അപ്പം ലാസ്റ്റ് 2 ഡിജിറ്റുകൾ കൊണ്ട് ഫോം ചെയ്ത നമ്പറിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ഈ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് ഒരു വലിയൊരു നമ്പർ എഴുതി 43216. ഇതിനെ 4 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു. ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ചേരുന്ന നമ്പർ 16 ആണ്. 16നെ 4 കൊണ്ട് ഡിവൈസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ 432616 എന്ന നമ്പറിനെയും 4 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. ഇനി ഇതുപോലെ നമുക്ക് 5 കൊണ്ട് ഡിവൈസിബിൾ ആണോ, നമുക്ക് 5 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈസിബിൾ ആണോ എന്നറിയാൻ നമുക്കിത് ഈ 2 സിറ്റുവേഷൻ നോക്കിയാൽ മതി. നമുക്കിത് കാണുമ്പോഴേ അറിയാം ലാസ്റ്റ് ഡിജിറ്റ് 0യോ അല്ലെങ്കിൽ 5ഓ. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5, ഈ രണ്ടിലേതെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറുകളെ 5 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. അപ്പോൾ 5ൻ്റെ ഡിവൈസിബിലിറ്റി വളരെ ഈസിയാണ്. ഇനി ഇതുപോലെ തന്നെ ഏത് നമ്പറിനെയും 6 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈസിബിൾ ആണെങ്കിൽ ആ നമ്പറിനെ 6 കൊണ്ടും ഡിവൈസിബിൾ ആയിരിക്കും. കാരണം 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. അപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആയാൽ മതി. 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം സം ഓഫ് ദ ഡിജിറ്റ്സ് അതിനെ 3 കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ ആ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി ആ നമ്പർ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈസിബിൾ ആണോ, ആ 2 ഡിജിറ്റ് ഈ 2, 3 എന്ന 2 നമ്പറുകൾ കൊണ്ട് ആ നമ്പറിനെ ഡിവൈസിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിനെ 6 കൊണ്ടും ഡിവൈസിബിൾ ആയിരിക്കും. ഇതാണ് 6ൻ്റെ ഡിവൈസിബിലിറ്റി ടെസ്റ്റ്. ഇനി നമുക്ക് 7ൻ്റെ ഒന്ന് നോക്കാം. 7ൻ്റെ ഡിവൈസിബിലിറ്റി ടെസ്റ്റ് പലർക്കും അറിയില്ല. 7ൻ്റെ ഡിവൈസിബിലിറ്റി ടെസ്റ്റ് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് 7ൻ്റെ ഡിവൈസിബിലിറ്റി ടെസ്റ്റ് പഠിക്കാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ നോക്കി ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് അറിയാൻ നമുക്ക് 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡബിൾ എടുക്കുക. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് സെലക്ട് ചെയ്തു. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 14 കിട്ടി. നമ്മൾ ഈ സെലക്ട് ചെയ്ത ഡിജിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നമ്പർ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. ബാക്കി വരുന്നത് 14 ആണ്. ഇനി ഈ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിൾ എടുത്ത് കിട്ടിയ നമ്പർ എന്ത് ചെയ്യണം? ഈ നമ്പർ ഇതിൽ നിന്നും മൈനസ് ചെയ്യുക. ഈ നമ്പറിനെ ഇതിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയത് 0 ആണ്. ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും. 147നെ 7 കൊണ്ട് ഡിവൈസിബിൾ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് വേറൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ഒരു എക്സാമ്പിൾ നോക്കാം. 217 ഇതിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണോ? നമ്മുടെ സെയിം സ്റ്റെപ്പുകൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഡബിൾ എടുത്തു 14. ഇനി ഈ ഡിജിറ്റ് കളഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പർ സെലക്ട് ചെയ്തു 21. നമുക്കിതിനെ മൈനസ് ചെയ്തു. 14 മൈനസ് ചെയ്തപ്പം 7 വന്നു. ഇവിടെ 0 ആണ് വന്നത്, ഇവിടെ 7 ആണ് വന്നത്. ഈ 7നെ നമുക്ക് 7 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അതുകൊണ്ട് 217നെയും 7 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ ഡിഫറൻസ് 0യോ 7ഓ അല്ലെങ്കിൽ 7ൻ്റെ മറ്റ് മൾട്ടിപ്പിൾസോ ആയാൽ മതി. ഏത് ഡിഫറൻസ് ആണ്? ലാസ്റ്റ് ഡിജിറ്റ് സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഡബിൾ എടുക്കുന്നു. ആ ഡബിൾ എടുത്ത് കിട്ടിയ നമ്പറിനെ ഇവിടെ ആയിട്ടുള്ള റിമൈനിങ് ഡിജിറ്റിൽ നിന്നും 21 ഇതങ്ങോട്ട് മാറ്റി. ഇതിൻ്റെ ഡബിളാണ് നമ്മൾ എടുത്തത്.
ബാക്കിയുള്ള റിമൈനിങ് ഡിജിറ്റിൽ നിന്നും ഈ ഡബിളിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഡിഫറൻസ് ഒന്നുകിൽ 0 ആകണം, അല്ലെങ്കിൽ 7, 14, 21, 28 അങ്ങനെ 7ന്റെ മൾട്ടിപ്പിൾസോ ആയാൽ മതി. ഒന്നുകിൽ 0 ആകുക, അല്ലെങ്കിൽ 7ഓ 7ന്റെ മൾട്ടിപ്പിൾസോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണ്. അപ്പോൾ സാറ് 10 ക്വസ്റ്റ്യൻ തന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈസിബിലിറ്റി ബൈ 7 ആയിരുന്നു. അപ്പോൾ 7ന്റെ ഡിവൈസിബിലിറ്റിയെ പറ്റി വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ആ 10 ക്വസ്റ്റ്യനും ചെയ്യാവുന്ന ഒരു നോളജ് മക്കൾ കൃത്യമായിട്ട് നേടിക്കഴിഞ്ഞു. ആ 10 ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതിനേക്കാൾ അത് മക്കൾക്ക് അറിയാവുന്ന മെത്തേഡിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില മെത്തേഡും കൂടി ചില ക്വസ്റ്റ്യൻസിലൊക്കെ സാറ് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഈസി മെത്തേഡ് ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. ഇനി സാർ അത് ചെയ്യാൻ പോവുകയാണ്. ഇനി ആ 10 ക്വസ്റ്റ്യൻ സാർ ചെയ്യാൻ പോവുകയാണ്. അപ്പം വേണമെങ്കിൽ മക്കൾ ഇപ്പം ഇത് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക, ആ 10 എണ്ണം. കാരണം ഇനി സാർ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ആ 10 ക്വസ്റ്റ്യനും മക്കളോട് ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആ ആൻസർ സാറിനെ അറിയിക്കുക. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആദ്യമേ നമ്മൾ കണ്ടതാണ്. 10 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ബേസിക് ഫണ്ടമെൻ്റൽസ്. ആദ്യമേ സാർ ഈ കണക്ക് 10 എണ്ണം മക്കൾക്ക് തന്നതാണ്. അതിനുശേഷം ആ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നീട് സാറ് ആ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസ് ക്ലാസ്സുകൾ എടുത്തു. ആ ക്ലാസ്സുകൾ മക്കൾ കണ്ടു. ഇനിയും ആ ക്ലാസ്സുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. സാർ ആ കണക്കുകളെല്ലാം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പിൽ സാർ പറയുന്നത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം. സാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തിട്ട് 10ൽ 10 മാർക്കും വാങ്ങാൻ പറ്റുമോ സാറിൻ്റെ ആ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോ, ഓരോ ക്ലാസ്സിലേക്കും ഓരോ ക്വസ്റ്റ്യൻസിലേക്കും നമ്മൾ കിടക്കാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 6 ഈസ് എ ഫാക്ടർ ഓഫ്. ഇവിടെ നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. ഈ 4 ചോയ്സ് കാണുമ്പോഴേ നമുക്കറിയാം ആൻസർ ഡി ആണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഫാക്ടർ എന്ന കോൺസെപ്റ്റ് ഒരു നമ്പറിനെ നമ്മൾ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇൻറ്റിജർ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? 3 കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. 36 ഡിവൈഡഡ് ബൈ 6, ദിസ് ഈസ് ആൻ ഇൻറ്റിജർ. നമുക്കൊരു ഇൻറ്റിജർ കിട്ടിയാൽ നമ്മൾ 3 കാര്യങ്ങൾ പറയും. 6 ഈസ് എ ഫാക്ടർ ഓഫ് 36, 36 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ആൻഡ് 36 ഈസ് ഡിവൈസിബിൾ ബൈ 6. പിന്നെ നമുക്ക് ഡൗട്ടൊന്നുമില്ല, 6 ഈസ് എ ഫാക്ടർ ഓഫ് 36. ഇനി ബാക്കിയുള്ള 3 നമ്പറുകൾ നോക്കിയേ. 26 ബൈ 6, 27 ബൈ 6, 33 ബൈ 6. ഇതൊന്നും നമുക്ക് ഇൻറ്റീരിയർ കിട്ടത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 66 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്. ഈ തന്നിരിക്കുന്ന 4 ചോയ്സിൽ നമുക്ക് കാണുമ്പോഴേ അറിയാം 66 ഇത് ഏതിൻ്റെ മൾട്ടിപ്പിളാണ്. നമ്മൾ 12 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 66 ഡിവൈഡഡ് ബൈ 12 ഒരു ഇൻറ്റിജർ ആണോ? അല്ലെങ്കിൽ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 66 ഉണ്ടോ? ഇല്ല. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ഈ 22 നമ്മൾ എടുത്ത് നോക്കിയേ. നമുക്കറിയാം 66 ഡിവൈഡഡ് ബൈ 22 ഇത് 3 ആണ്. 66 ബൈ 22 ഈസ് ഈക്വൽ ടു 3. നമുക്കൊരു ഇൻറ്റിജർ കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മളുടെ നിയമം അനുസരിച്ച് 22 ഈസ് എ ഫാക്ടർ ഓഫ് 66 എന്ന് പറയാം. 66 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 22 എന്ന് പറയാം. 66 ഈസ് ഡിവൈസിബിൾ ബൈ 22. അപ്പം നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? 66 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 22. ഇതാണ് ആൻസർ. ദെയർഫോർ ആൻസർ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? നമുക്ക് 4 ചോയ്സ് അവർ തന്നിട്ടുണ്ട്. ഇതിലേതാണ് പ്രൈം നമ്പർ? അപ്പം നമുക്കറിയാം പ്രൈം നമ്പറിൻ്റെ കണ്ടീഷൻ എന്താണ്? പ്രൈം നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്.
ഇവിടെ 11 മാത്രമേ അങ്ങനെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. 11/1 11 11/11 1. അപ്പോൾ 11 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 1 ആ നമ്പരും അല്ലെങ്കിൽ 1 11 മാത്രം. വേറെ എല്ലാ നമ്പറുകളും നോക്കിയോ. 22 എന്ന് പറയുമ്പം ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 22/1 22 ആണ്. 22/2 11 വരും. 22/22 1 വരും. അപ്പം 3 ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഏത് നമ്പർ ചെക്ക് ചെയ്താലും നമുക്ക് ഈ തന്നിരിക്കുന്ന 4 നമ്പറിൽ 11 ഒഴികെ വേറെ ഏത് നമ്പർ ചെക്ക് ചെയ്താലും അതിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. Therefore 11 ഈസ് ദ ഓൺലി പ്രൈം നമ്പർ ഇൻ ദിസ് കേസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോസിറ്റ് നമ്പർ? നമുക്ക് തന്നിരിക്കുന്ന 4 നമ്പറുകളുണ്ട്. ഇതിൽ കമ്പോസിറ്റ് നമ്പർ ഏതാണ്? നമുക്കറിയാം 3ക്ക് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 3ഉം. അതുപോലെ 13 1ഉം 13ഉം ഉള്ളൂ. 17 117 അവർ 3 പേരും പ്രൈം നമ്പറാണ്. അപ്പം ഇതിൽ കമ്പോസിറ്റ് നമ്പറായിട്ട് 9 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്ക് 3 രീതിയിൽ പറയാം. 9 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 9. ഒരു ഫാക്ടർ 9 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 3. 2 ഫാക്ടർ വന്നു. 9 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് 9ന് 3 ഫാക്ടേഴ്സ് കിട്ടി, 1 3 ആൻഡ് 9. Therefore 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ കമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. കമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണ്? എ നമ്പർ വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഈസ് കോൾഡ് എ കമ്പോസിറ്റ് നമ്പർ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഈ ലിസ്റ്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോസിറ്റ് നമ്പർ, അതിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ഈസ് 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് പെയർ ഈസ് കോപ്രൈം? നമുക്ക് കോപ്രൈം നമ്പേഴ്സ് ഏതാണ്? ഈ 4 ലിസ്റ്റ് 2 8 അത് കോപ്രൈം ആണോ? 2 8 എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, 2 8. ഇതിനെ നമുക്ക് 2 × 1 എന്ന് പറയാം. ഇതിനെ നമുക്ക് 2 × 2 × 2 എന്ന് പറയാം. ഇവിടെ കോമൺ ആയിട്ട് 2 ഇതാണ്, 2 കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ കോപ്രൈം അല്ല. നമ്മൾ കോപ്രൈം നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചിരിക്കുന്നത്? കോപ്രൈം നമ്പേഴ്സ് മീൻസ് നമ്പേഴ്സ് വിച്ച് ഹാസ് ഓൺലി 1 ആസ് എ കോമൺ ഫാക്ടർ. അല്ലെങ്കിൽ പറയാം ദർ ഈസ് നോ കോമൺ ഫാക്ടർ എക്സെപ്റ്റ് 1. 1 ഒഴികെ വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ലാത്ത നമ്പറുകളെയാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ആൻസർ ബി ആയിട്ട് വരും. 4 9 ഇവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? 4ൻ്റെ ഫാക്ടേഴ്സ് 2 × 2, 9ൻ്റെ ഫാക്ടേഴ്സ് 3 × 3. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ആ ലിസ്റ്റിൽ 4 9 എന്ന് പറയുന്ന ഈ 2 നമ്പേഴ്സ് മാത്രമാണ് കോപ്രൈംസ് ആയിട്ടുള്ളത്. 7 28 ആണെങ്കിലോ 28നെ നമുക്ക് 7 × 4 എന്ന് പറയാം. അപ്പോൾ ഇവിടെ 7 × 1 7 കോമൺ ഫാക്ടറാണ്. അതുപോലെ 6ഉം 22ഉം വരുമ്പം 2 അവിടെ കോമൺ ഫാക്ടറായിട്ട് വരും. 6നെ നമുക്ക് 3 × 2 എന്ന് പറയാം. 22നെ 2 × 11 എന്ന് പറയാം. അപ്പോൾ അവിടെ 2 കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതും കോപ്രൈം നമ്പേഴ്സ് അല്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, 4 9. അപ്പോൾ ആൻസർ കിട്ടിയിട്ടുള്ള കുട്ടികളെല്ലാം ടിക്ക് ചെയ്ത് വയ്ക്കുക. ഓൾറെഡി കിട്ടിയിട്ടുള്ള കുട്ടികളെല്ലാം ടിക്ക് ചെയ്ത് വീണ്ടും വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, LCM ഓഫ് 5 10 20 ആൻഡ് 50. 4 ചോയ്സ് ഉണ്ട്, 50 100 150 200. LCMൻ്റെ ക്ലാസ് എടുത്തപ്പോൾ സാർ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. 5 10 20 50 5 10 20 50 ഒരു ഷോർട്ട് കട്ട് സാർ പറഞ്ഞു തന്നായിരുന്നു. ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഈ ഷോർട്ട് കട്ടിൽ എന്താണ് പറഞ്ഞത്? ഇതിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യണം.
ഏറ്റവും വലിയ നമ്പർ 50 ആണ്. ഇനി മറ്റ് നമ്പറുകൾ ഈ 50യുടെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഓരോന്നും നോക്കാം. 5 ഈസ് എ ഫാക്ടർ ഓഫ് 50. അപ്പം നമുക്ക് 5 ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ 5ലേക്ക് നോക്കണ്ട. നമുക്കറിയാം 10 ഈസ് എ ഫാക്ടർ ഓഫ് 50 അല്ലേ? കാരണം 50 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 5 ഒരു ഇൻറ്റിജർ ആണ്. നമുക്ക് ഫാക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 20 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 50. 20 എന്ന് പറയണത് 50യുടെ ഫാക്ടർ അല്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? 50/20 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷനാണ്, മിക്സഡ് ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 2 തരത്തിലുണ്ട്. നമ്മൾ ഫ്രാക്ഷനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും സാറിൻ്റെ ബേസിക് ഫണ്ടമെന്റൽ സാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ്? 16 പോയിന്റ്സ് ഉള്ള 16 വീഡിയോസ് സാർ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. മക്കളെല്ലാവരും ആ 16 വീഡിയോസ് കാണണം. അപ്പം ഇത് ഫ്രാക്ഷൻ 50 ഡിവൈഡഡ് ബൈ 20 ഒരു ഫ്രാക്ഷനാണ്. നമ്മൾ ഈ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കുറവാണെങ്കിൽ നമ്മളതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് 20 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 50. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50യുടെ അടുത്ത മൾട്ടിപ്പിൾ 50 × 2, അതായത് 100 എടുക്കുക. 20 ഈസ് എ ഫാക്ടർ ഓഫ് 100. കാരണം 100/20 ഈസ് ഈക്വൽ ടു 5 ഒരു ഇൻറ്റിജർ ആണ്. ദെയർഫോർ 20 ഈസ് എ ഫാക്ടർ ഓഫ് 100. അതുകൊണ്ട് നമുക്ക് ഫൈനലായിട്ട് പറയാൻ സാധിക്കും, ഇപ്പം ഈ ലിസ്റ്റിൽ വന്ന എല്ലാവരും 100ന്റെ ഫാക്ടേഴ്സാണ്. കാരണം 5 എന്ന് പറയുന്നത് 50യുടെ ഫാക്ടർ ആണെങ്കിൽ 50യുടെ മൾട്ടിപ്പിളിൻ്റെ ഫാക്ടറും കൂടി ആയിരിക്കും 5. അതായത് 5 50യുടെ ഫാക്ടർ ആണെന്നും പറഞ്ഞാൽ നമ്മൾ ഈ 5 കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ 50യുടെ അടുത്ത മൾട്ടിപ്പിളാണ് 100. അപ്പോൾ 5 100ന്റെ ഫാക്ടറാണ്, 10 100ന്റെ ഫാക്ടറാണ്, 20 100ന്റെ ഫാക്ടറാണ്. 50 എന്ന് പറയുന്നത് എന്തായാലും 100ന്റെ ഫാക്ടർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ 100നെ സെലക്ട് ചെയ്തത് തന്നെ 50യുടെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടാണ്. അപ്പോൾ ആൻസർ, ഈ ലിസ്റ്റിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 100 ഈസ് ദ ആൻസർ. ദെയർഫോർ LCM ഓഫ് 5, 10, 20 ആൻഡ് 50 ഈസ് 100. ഇനി അടുത്ത കേസ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് HCF ആണ്. HCF ഓഫ് 30 ആൻഡ് 60. 4 ചോയ്സ് തന്നിട്ടുണ്ട്: 10, 20, 30, 60. നമ്മൾ HCF കാണാനുള്ള മെത്തേഡ് നമുക്കറിയാം. 30യും 60യുമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫാക്ടേഴ്സ് എടുക്കുക. 30, 60, 3 × 2 × 5. 60യെ നമുക്ക് 3 × 2 × 5 × 2 ഇങ്ങനെ പറയാം. 3 × 2 6, 5 × 2 10, 60 വരും. ഇവിടെ നമുക്ക് 6 × 5 60 വരും. ഇനി HCF എങ്ങനെ കാണും? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. HCF എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് 3 കോമൺ ആയിട്ട് വരുന്നു. അപ്പം നമ്മൾ 3 എടുത്തു. 2 കോമൺ ആയിട്ടുണ്ട്, അപ്പം 2 എടുത്തു. 5 കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് 5 എടുത്തു. അപ്പം 30 ആണ് HCF ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി HCF കാണാനായിട്ട് സാറിൻ്റെ ഇപ്പം സാർ ചെയ്ത ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. ഇതുകൂടാതെ സാറിൻ്റെ ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന 16 വീഡിയോസിനകത്ത് HCFന്റെ ഷോർട്ട് കട്ടുകളും ഒക്കെ പറയുന്നുണ്ട്. മക്കൾ ആ 16 വീഡിയോ കൃത്യമായിട്ട് കാണണം. അപ്പോൾ ഇവിടെ ആൻസർ സി ആയിട്ട് വരും. ആൻസർ ഈസ് 30. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ബോട്ട്മാസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയാണ്. ബോട്ട്മാസ് റൂൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 6/2 × 3 + 5. ഇതെങ്ങനെ നമ്മൾ ചെയ്യും? 6 ഡിവൈഡഡ് ബൈ 2 × 3 + 5. നമുക്ക് ബോട്ട്മാസ് റൂൾ ആദ്യം ഒന്ന് എഴുതി നോക്കാം. BODMAS ബോട്ട്മാസ് റൂള് നമ്മൾ എഴുതി. ഈ ഓർഡറിലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഓർഡറിൽ ആദ്യം വരുന്ന ഡിവിഷനാണ്, പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, പിന്നെയാണ് അഡീഷൻ വരുന്നത്. അപ്പോൾ ആദ്യം 6/2 ആണ് ചെയ്യേണ്ടത്,
പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 6/2 3 ആണ്. അപ്പം 3 × 3 9 വരും. പിന്നെ നമുക്ക് 9 + 5 14. അപ്പോൾ ആൻസർ ഡി ആണ്. 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ്റെ ഈസി ട്രിക്കുകളൊക്കെ സാർ വീഡിയോയിൽ പറഞ്ഞു. 3 രീതികളൊക്കെ പറഞ്ഞായിരുന്നു. നമുക്കിതൊന്ന് നോക്കാം. 0.02 × 1.4 ഡിവൈഡഡ് ബൈ 0.007. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമേ എന്താ പറഞ്ഞത്? ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യമേ ഈ ഡെസിമൽ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്പറുകൾ മാത്രം അങ്ങ് എടുക്കുക. 2 × 14/7. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം 7ഉം 14ഉം കട്ടായാൽ ഇവിടെ 2 വരും. അപ്പം 2 × 2 4 ആൻസർ കിട്ടും. ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഡെസിമൽസ് എത്രയുണ്ട്? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ 2 ഡെസിമലുണ്ട്, ഇവിടെ 1 ഡെസിമലുണ്ട്. ടോട്ടൽ 3 ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൽ 1, 2, 3 ഇവിടെയാണ് ഡെസിമൽ കിടക്കുന്നത്. അപ്പം ഈ ഡിനോമിനേറ്ററിൽ 3. ഡിഫറൻസ് 0. ഡിഫറൻസ് 0 വന്നാൽ പിന്നെ ഡെസിമലിൻ്റെ എഫക്റ്റ് അവിടെ വരികയില്ല. നമ്മൾ ഈ നമ്പറുകൾ എടുത്ത് കിട്ടിയ എത്രയാണോ അതായിരിക്കും ആൻസർ. ദെയർഫോർ ആൻസർ ഈസ് 4. അപ്പം ഇവിടുന്ന് നമുക്ക് ആൻസർ സി ആണ്. 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് തന്നിട്ടുള്ളത്. നമ്പർ ഡിവൈസിബിൾ ബൈ 7. നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 7 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 7ൻ്റെ ഡിവൈസിബിലിറ്റി ടെസ്റ്റ് സാർ ആദ്യമേ പറഞ്ഞതാണ്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. 1575 നമുക്കൊന്ന് നോക്കാം. 1575 1575. എങ്ങനെയാണ് ഒരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് അറിയുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ 5 × 2 10 വരും. ഇനി ഈ ഡിജിറ്റ് അങ്ങ് മാറ്റിയിട്ട് ബാലൻസ് വരുന്നത് 157 ആണ് ബാലൻസ് കിടക്കുന്നത്. അതായത് ഈ ഡബിൾ എടുത്ത ഡിജിറ്റ് അങ്ങ് മാറ്റി, ബാക്കിയുള്ള 157. ഈ 157 നിന്ന് 10 കുറയ്ക്കുക. 157 നിന്നും 10 കുറയ്ക്കുമ്പോൾ 147 കിട്ടും. പക്ഷെ ഇവിടെയും നമുക്ക് ഇതിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് അറിയാൻ വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യണം. ഇവിടെയും നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു 7, അതിൻ്റെ ഡബിൾ എടുത്തു 14. ഇനി ഈ 7 കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്പർ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ നമുക്ക് 14 ഉണ്ട്. ഈ 14 മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. ഇപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ നമ്പറിനെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണ്. കാരണം നമ്മൾ ഇത് 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. നമ്മൾ ആ സാറിൻ്റെ ഫണ്ടമെൻ്റൽ ക്ലാസ് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ 1 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനാണ് വന്നത്. ഇവിടെ നമുക്ക് 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. ആദ്യം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു. ലാസ്റ്റ് ഡിജിറ്റ് അതിൻ്റെ ഡബിള് 10 കിട്ടി. ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങ് എടുത്തു 187. 10 മൈനസ് ചെയ്തു. അപ്പം 147 കിട്ടി. അവിടെ വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് 147നെ 7 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്ത് ലാസ്റ്റ് ഡിജിറ്റ് ഡബിൾ എടുത്തു 14 കിട്ടി. ഇനി ഈ ലാസ്റ്റ് ഡിജിറ്റ് അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഡിജിറ്റ് അങ്ങ് എടുത്തു 14 എടുത്തു. ഈ 14 അങ്ങ് കുറച്ചു 0 കിട്ടി. അപ്പം ഇങ്ങനെയാണ് 7 കൊണ്ടുള്ള ഡിവൈസിബിലിറ്റി ടെസ്റ്റ് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. നമ്പർ ഡിവൈസിബിൾ ബൈ 7 ഈസ് 1575. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം സാറ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സാറ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ സാർ ഈ ക്വസ്റ്റ്യൻ 10 നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഈ 10ൽ 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയ മക്കളെല്ലാവരും സാറിനൊരു കമൻറ്റ് എഴുതി അറിയിക്കുക.
അതുപോലെ തന്നെ സാർ ഒരു കാര്യം പറയുന്നത്, സാറിൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് 10-ൽ 10 മാർക്ക് കിട്ടിയെങ്കിൽ, ആദ്യം വീഡിയോ കാണുന്നതിന് മുമ്പ് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻ്റ് എഴുതി അറിയിക്കുക. വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ മാർക്ക് കിട്ടിയതെങ്കിൽ മക്കളോട് സാറിന് ഒറ്റ കാര്യം പറയാനുള്ളൂ. സാറിൻ്റെ ചാപ്റ്ററുകളുടെ എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഓർഡറായിട്ട് ആദ്യമേ ബേസിക് ഫണ്ടമെൻ്റലിലെ 16 വീഡിയോസ് കാണുക. അതിനുശേഷം നിങ്ങളുടെ എല്ലാ ചാപ്റ്ററുകളിലെയും വീഡിയോസ് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത്. 3 കണ്ടീഷനുണ്ട്. ആദ്യം ബേസിക് ഫണ്ടമെൻ്റലിലെ 16 വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഓർഡറായിട്ട് കാണുക. രണ്ടാമത്, ഓരോ ചാപ്റ്ററിലെയും വീഡിയോസ് സ്കിപ്പ് ചെയ്യരുത്, അത് ഓർഡറിൽ കാണണം. 1, 2, 3, 4, 5, 6 അങ്ങനെ ഓർഡറിലാണ് കാണേണ്ടത്. ഒരെണ്ണം ഇടയ്ക്ക് കയറി പഠിക്കരുത്. ഇനി വീഡിയോയിലും അല്പം പോർഷൻ പോലും സ്കിപ്പ് ചെയ്യരുത്. ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഫൈനൽ എക്സാമിന് ഇപ്പം സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കിട്ടിയ സ്പീഡ്, അതുപോലെ സ്പീഡിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും. കാരണം സാറിൻ്റെ മാർക്ക് നിങ്ങൾക്കറിയാം. സാറിൻ്റെ മാർക്കിനെ കുറിച്ച് പല ആളുകളും പറയുന്നതും എല്ലാം മക്കൾ കേട്ടിട്ടുണ്ട്. സെയിം വേയിൽ തന്നെ മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും.